ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയെ പത്രക്കാർ വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് മറുത്തൊന്നും പറഞ്ഞില്ല. അവർ കേട്ട് നിന്നെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ മനോഹരനെ അവൾ ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ മനോഹരൻ ഇങ്ങനെ പെറുപിറുക്കുന്നുണ്ട്. ഞങ്ങൾ ഇടപെട്ടിട്ട് വേണം ഇനി ഞങ്ങളെ കൂടി അവർ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മേഘ, ഞാൻ മനോഹരൻ അവരോട് ചോദ്യം ചെയ്യുമെന്ന് കരുതി കാത്തിരുന്നതായിരുന്നു. പക്ഷേ ഇവൻ അവരെ ഒന്നും ചെയ്തില്ല. അപ്പോൾ മനോഹരൻ ഇങ്ങനെ ദേഷ്യത്തോടെ ചേച്ചിയെ നോക്കുകയാണ്. മേഘ, ഞാൻ അവരെ തടുക്കാൻ തന്നെയാണ് വിചാരിച്ചത്. ഞാൻ പോയി അവരോട് സംസാരിച്ച പ്രശ്നം വളരെ സീരിയസ് ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നീട് ഒന്നും മിണ്ടാതെ മാറി നിന്നത്. ഇവരോട് രണ്ടുപേരോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് മേഘ ചവിട്ടി തുള്ളിയിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ മനോഹരനാണെങ്കിൽ ചേച്ചിയോട് പറയുന്നുണ്ട്, ഇവളുടെ നടപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ രാജകുമാരിയാണെന്ന വിചാരം. ചെയ്യാത്ത ഒരു കുറ്റവും ഇല്ല. മിണ്ടാതെ നിന്നോ. അതങ്ങ് അവളുടെ കാത് കേട്ടിട്ടുണ്ടെങ്കിൽ നീ കഴിക്കുന്ന ചോറിൽ വിഷം വെച്ചിട്ട് അവൾ നിന്നെ കൊല്ലാൻ വരെ മടിക്കില്ല. മനോഹരനും അത് കേട്ട് ജാഗ്രതയോടെ പറയുന്നുണ്ട്, ചേച്ചി, ഇവളത് ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മളും കുറച്ച് ശ്രദ്ധയോടെ വേണം ഇവളുടെക്കൊപ്പം ജീവിക്കാൻ. എന്നിട്ട് മേഘ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയ പച്ചക്കറിയുടെ സഞ്ചി എടുത്തിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് നടക്കുകയാണ്. പ്രിയ മുറ്റത്തിരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് മലർ അങ്ങോട്ടേക്ക് ചോക്ലേറ്റൊക്കെ തിന്നാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ പ്രിയ തനിച്ചിരുന്ന് കരയാണ്. അവൾ വേഗം പ്രിയയുടെ അടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, പ്രിയ, എന്താ നീ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? ആദ്യം പ്രിയ ഒന്ന് മടിച്ചെങ്കിലും പിന്നീട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ അടിച്ചു. എന്തിനാ നിൻ്റെ അമ്മ നിന്നെ അടിച്ചത്? ഞാൻ സിദ്ധു അങ്കിളുടെ മേൽ അമ്മ എന്തിനാ കള്ളത്തരത്തിൽ പരാതി കൊടുത്തതെന്ന് ചോദിച്ചു. അതിനാ അമ്മ എന്നെ അടിച്ചത്. അത് പോട്ടെ, സാരമില്ല, കരയല്ലേ പ്രിയ. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് പ്രിയക്ക് കൊടുക്കുകയാണ്. ഇന്നാ ഇത് വാങ്ങിക്കേ. ആ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് തന്നെ കരഞ്ഞിട്ട് പ്രിയ പറയുന്നുണ്ട്, ത്യാഗരാജ മുത്തശ്ശൻ ഞങ്ങളോട് വീട് വിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിനി ആ വീട്ടിൽ താമസിക്കാൻ സാധിക്കില്ല. ഇനി നമുക്ക് തമ്മിൽ കാണാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല, ഒന്നിച്ച് കളിക്കാനും പറ്റില്ല. ഞാൻ ആ വീട് വിട്ട് പോവാണ് മലർ. എന്തിനാ പ്രിയ ത്യാഗരാജ മുത്തശ്ശൻ നിങ്ങളോട് വീട് വിട്ട് പോവാൻ പറഞ്ഞത്? എൻ്റെ അമ്മ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ത്യാഗരാജ മുത്തശ്ശൻ ഞങ്ങളോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. പ്രിയ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, മലർ, നീ മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടരുതേ എന്ന് പറയാമോ? ശരി പ്രിയ, ഞാൻ ഇപ്പം തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയാം. നീ കരയല്ലേ പ്രിയ. മലർ പ്രിയയുടെ കണ്ണ് തുടച്ചു കൊടുത്തിട്ട് അവളോട് വീട്ടിൽ പോയിക്കോളാൻ പറയാണ്. എന്നിട്ട് മലർ മുത്തശ്ശൻ്റെ അടുത്ത് പറയാൻ വേണ്ടി അകത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മഹേന്ദ്രൻ ലക്ഷ്മിയാണെങ്കിൽ ടി വിയിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേഘ ലാസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബൈറ്റായിരുന്നു. അപ്പോൾ മീഡിയാസ് അവളോട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥിൻ്റെ മേൽ ഇല്ലാത്തൊരു കുറ്റാരോപണം നടത്തിയതിനും ആ ഒരു കുടുംബത്തെ ഈ ഒരു നാട്ടുകാർക്ക് മുന്നിൽ നാണക്കേടിന് കാരണക്കാരാക്കിയതിനും നിങ്ങൾ പരസ്യമായിട്ട് എല്ലാവരോടും മാപ്പ് ചോദിക്കണം. അത് ഞങ്ങൾ മീഡിയാസിനാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് തന്നെ വലിയ തെറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരോടും വേണം നിങ്ങൾ മാപ്പ് ചോദിക്കാൻ. അപ്പോൾ മേഘ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം? എൻ്റെ ഗർഭത്തിന് സിദ്ധാർത്ഥാണ് കാരണമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഞാൻ അവനെതിരെ പരാതി കൊടുത്തത്. ഇതിലെന്താ തെറ്റുള്ളത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു കുടുംബക്കാരെ നിങ്ങൾ എല്ലാവർക്കും മുന്നിൽ അപമാനിച്ചു. അതുകൊണ്ട് നിങ്ങൾ പബ്ലിക്കായിട്ട് വേണം മാപ്പ് ചോദിക്കാൻ. അപ്പോൾ ആ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കെ തന്നെ അങ്ങോട്ടേക്ക് സിദ്ധാർത്ഥും ചന്ദ്രികയും വരുന്നുണ്ടായിരുന്നു. അവരും ആ ന്യൂസ് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ മേഘ അഹങ്കാരത്തോടു കൂടി മീഡിയാസിനോട് പറയുന്നത് അവർ കേൾക്കുകയാണ്. മാപ്പൊന്നും ചോദിക്കാൻ സാധിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. അത് കേട്ടപ്പോൾ മഹേന്ദ്രൻ്റെ ദേഷ്യം ഇരട്ടിക്കുകയാണ്. കണ്ടില്ലേ ലക്ഷ്മി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മേഘ എന്തൊരു അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന്. അത് കേട്ട് ലക്ഷ്മിയും തലയെ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്തായിട്ട് ഇവൾ ഇങ്ങനെയായിപ്പോയത്? ആരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും ഇവൾക്ക് അറിയില്ല. ആ സമയത്ത് പത്രക്കാരിയായിട്ട് വന്നിട്ട് പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ കാരണം പെൺകുട്ടികൾക്ക് മുഴുവൻ അപമാനമാണ്, നിങ്ങളെപ്പോലുള്ളൊരു പെണ്ണ് കാരണം. അത് കേട്ടതും മേഘ അവളുടെ ചെകിട്ടത്ത് നോക്കിയൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അത് മഹേന്ദ്രനും ലക്ഷ്മിയും സിദ്ധുവും ചന്ദ്രികയും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാം അത് കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ ഒന്ന് സംസാരിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും. മേഘ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്. അതിനുശേഷം മീഡിയാസും മേഘയും തമ്മിലുള്ള ഫുൾ ഫൈറ്റായിരുന്നു. എന്താ നിങ്ങൾ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അവരും തട്ടിക്കയറുകയാണ്. മേഘ അവരോടും അതുപോലെ തന്നെ തട്ടിക്കയറുകയാണ്. ഇതൊക്കെ ന്യൂസിലൂടെ കാണുന്നുണ്ടായിരുന്നു. മേഘ അവരെല്ലാവരെയും അവിടുന്ന് പറഞ്ഞു വിടുന്നത് വരെ ആ ന്യൂസ് ചാനൽ ഉണ്ടായിരുന്നു. അതിനുശേഷം റിപ്പോർട്ടർ സംസാരിക്കുകയാണ്. ന്യായം ചോദിക്കാൻ വേണ്ടി പോയ റിപ്പോർട്ടർമാരെ മനീഷാണ് തൻ്റെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് അറിഞ്ഞിട്ടും സിദ്ധാർത്ഥിനെതിരെ പഴിചാരിയത് കൊണ്ട്
പബ്ലിക്കായിട്ട് വന്നിട്ട് എല്ലാവരോടും മേഘ മാപ്പ് ചോദിക്കണം എന്ന് പറയാനായിരുന്നു മീഡിയാസ് പോയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു കള്ളത്തരത്തിന് മേഘ മീഡിയാസിനെ കൂട്ടുപിടിച്ചത് കൊണ്ടും അവരാണ് മറ്റുള്ളവർക്ക് മുന്നിൽ നാണക്കേട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാരണം കൊണ്ടും എല്ലാവരോടും മേഘ പബ്ലിക്കായിട്ട് മാപ്പ് ചോദിക്കണം എന്ന് പറയാൻ പോയ മീഡിയാസിനെ മേഘ കൈവച്ച് അവരുടെ മുഖത്ത് മേഘ തല്ലിയിട്ടുണ്ടായിരുന്നു. അഹങ്കാരത്തോടെ അവരോട് സംസാരിച്ചതിന് പുറമെയാണ് അവരെ ഉപദ്രവിക്കുകയും ചെയ്തത്. മീഡിയാസിനോട് മോശമായി പെരുമാറിയ മേഘയ്ക്കെതിരെ ആക്ഷൻ എടുക്കാനാണ് മീഡിയാസിൻ്റെയും തീരുമാനം. എല്ലാവരും ചേർന്ന് മേഘയ്ക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മേഘ ആ പത്രക്കാരിയെ തല്ലിയ വിഷ്വൽസ് തന്നെ TV-യിൽ വീണ്ടും വീണ്ടും അവർ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ടിട്ട് മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇവളൊരു കാലത്തും തിരുത്തി നന്നാവുമെന്ന് തോന്നുന്നില്ല. ഇനിയും ഇവളെ ആ ചെറിയ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനവും അഭിമാനവും തന്നെയാണ് പോവുക. ഇന്നെല്ലാത്തിനും ഒരു തീരുമാനം എടുക്കണം. എത്രയും പെട്ടെന്ന് തന്നെ മേഘയെ അവിടെ നിന്നും പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി തുള്ളി എഴുന്നേക്കാണ് മഹേന്ദ്രൻ. പിന്നാലെ ലക്ഷ്മി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് മലർ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശ മുത്തശ്ശ മുത്തശ്ശ. എന്താ മലർക്കുട്ടി എന്തിനാ കരയുന്നത്? എന്തിനാ മേഘ ആൻറ്റിയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്? അതുകൊണ്ട് പ്രിയ വല്ലാതെ കരയാണ് മുത്തശ്ശ. പ്രിയ പാവമുണ്ട് മുത്തശ്ശ. മലരും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കേട്ടിട്ട് ചന്ദ്രികയും സിദ്ധാർത്ഥവും ഒക്കെ സങ്കടത്തോടെ പരസ്പരം നോക്കുവാണ്. അവരാ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കളിക്കാനോ ഒന്നും പറ്റില്ല മുത്തശ്ശ. ആ കുഞ്ഞു മനസ്സിൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാനാവാതെ നിൽക്കുകയാണ് മഹേന്ദ്രനും ലക്ഷ്മിയും ഒക്കെ. അതുകൊണ്ട് മേഘ ആൻറ്റി ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടരുത്. പ്രിയയോട് വന്നിട്ട് അത് പറ മുത്തശ്ശ. മലരിൻ്റെ സംസാരം കേട്ട് എല്ലാവരും ധർമ്മസങ്കടത്തിലായിട്ടുണ്ടായിരുന്നു. മേഘയുടെ സ്വഭാവത്തിന് അവിടെ നിർത്താനും പറ്റില്ല. പ്രിയയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടവും തോന്നുവാണ്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ മഹേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘയെ ആ വീട്ടിൽ നിർത്താൻ പറ്റില്ല മോളെ. അവിടെ നിർത്തിയാൽ എന്താ മുത്തശ്ശ? മലർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന വയസ്സല്ല മോൾക്കുള്ളത്. മേഘ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മേഘ ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മലർ കരഞ്ഞുകൊണ്ടാണ് കേട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് മേഘയെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നതാണ് നമുക്ക് നല്ലത്. മലറിൻ്റെ കരച്ചിലും ആ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ചന്ദ്രയ്ക്കും സിദ്ധുവിനും വല്ലാത്ത വിഷമാവുന്നുണ്ടായിരുന്നു. അപ്പോഴും മലർ കരഞ്ഞുകൊണ്ടാണ് മഹേന്ദ്രനോട് പറയുന്നത്, പ്ലീസ് മുത്തശ്ശ, ഒരു തവണ മേഘ ആൻറ്റിക്ക് മാപ്പ് കൊടുത്തിട്ട് അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കും മുത്തശ്ശ. അവരാ വീട്ടിൽ തന്നെ താമസിച്ചോട്ടെ മുത്തശ്ശ, പ്ലീസ് മുത്തശ്ശ. ഒരു തവണയല്ല 1000 തവണ നമ്മൾ മാപ്പ് കൊടുത്താലും അവൾ തിരുത്തില്ല മോളെ. അവൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവളെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നതാണ് നമുക്ക് നല്ലത്. പറഞ്ഞാൽ മനസ്സിലാക്കിക്കോടാ മലർ എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മഹേന്ദ്രൻ. മഹേന്ദ്രനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ മലർ വേഗം ഓടിയിട്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാണ്. മുത്തശ്ശിയെങ്കിലും മുത്തശ്ശനോട് പറ, മേഘ ആൻറ്റിയെയും പ്രിയയും അവിടെ നിന്നും പറഞ്ഞു വിടരുതെന്ന്. ഒരു പ്രാവശ്യം ഒറ്റ തവണ ക്ഷമിച്ചു കൊടുത്താൽ മതി, പ്ലീസ് മുത്തശ്ശി. അത് കണ്ടിട്ട് മലറിൻ്റെ ഒരു കരച്ചിൽ കണ്ടിട്ട് ചന്ദ്രയ്ക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മിക്കും വല്ലാത്ത സങ്കടമാവുന്നുണ്ടായിരുന്നു. അവരും കരയുന്ന മുഖത്തോടു കൂടി തന്നെയാണ് മലറിനോട് പറയുന്നത്, മലർക്കുട്ടി, മേഘ മുത്തശ്ശി വളർത്തിയ മോളാണ്. അവളെ ഞാൻ എൻ്റെ ജീവനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് അവളോട് വല്ലാത്ത ഇഷ്ടമുണ്ട് മോളെ. പക്ഷേ അവൾ കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം പോയി മലർ. പക്ഷേ അതൊന്നും മലറിൻ്റെ ചെവി കയറുന്നില്ല. മലർ വീണ്ടും അതുതന്നെ ആവർത്തിക്കുകയാണ്, വീട്ടിൽ നിന്ന് പറഞ്ഞു വിടലാന്ന് മുത്തശ്ശിയെങ്കിലും പറ മുത്തശ്ശി. പക്ഷേ അവരും കൈയൊഴിയാണെന്ന് തോന്നിയപ്പോൾ മലർ വേഗം സിദ്ധുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അച്ഛനെങ്കിലും പറ അച്ഛാ, മേഘ ആൻറ്റി ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടരുതെന്ന്. അച്ഛാ പ്ലീസ് അച്ഛാ. സിദ്ധു മറുപടിയൊന്നും പറയാതെ ചന്ദ്രികയെ നോക്കുന്നത് കണ്ടപ്പോൾ മലർ വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ്, അച്ഛാ പറയച്ചാ പ്ലീസ് അച്ഛാ. അപ്പോൾ ചന്ദ്രികയെ വിളിക്കുകയാണ് സിദ്ധു. അപ്പോൾ സിദ്ധുവിനോടും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായിട്ട് അവസാനം മലർ ചന്ദ്രികയുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, അമ്മയെങ്കിലും പറയമ്മ പ്ലീസ് അമ്മ. മലർ കരഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ലക്ഷ്മി പറയാണ്, ഏട്ടാ ഞാൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത്. മേഘയെ നിങ്ങൾ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് ഓർത്ത് എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. പക്ഷേ പ്രിയയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നത്. ആരും മറുപടിയൊന്നും പറയാതെ നിൽക്കുകയാണ്. മഹേന്ദ്രനും വിഷമത്തോടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മേഘ ചെയ്ത തെറ്റിന് പ്രിയ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? പ്രിയയും ചേർന്നിട്ടാണ് മേഘയ്ക്കൊപ്പം എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നത്. അപ്പോഴും മഹേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ പ്രിയയ്ക്ക് വേണ്ടിയിട്ട് മേഘയെ വീണ്ടും ആ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെടും. മനീഷിനോട് പറഞ്ഞിട്ട് നമുക്ക് പ്രിയയെ നന്നായിട്ട് നോക്കാൻ വേണ്ടി പറയാം.
ആ മേഘ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെടട്ടെ. അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഞാൻ ഇപ്പം തന്നെ മേഘയെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി പോവാണ്. ഇനി ഒരു നിമിഷം പോലും അവൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല. മഹേന്ദ്രൻ ദേഷ്യത്തോടെ ചാടി തുള്ളിയിട്ട് മേഘയുടെ വീട്ടിലേക്ക് പോവാണ്. ലക്ഷ്മി പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് കണ്ടിട്ട് ചന്ദ്രികയും ലക്ഷ്മിയും പരസ്പരം വിഷമത്തോടെ നോക്കുന്നുണ്ട്. മലര് വീണ്ടും കരഞ്ഞുകൊണ്ട് അമ്മയോട് പറയണം, അമ്മ അമ്മ ഒന്ന് പറയമ്മ, പ്ലീസ് അമ്മ. ചന്ദ്രിക മറുത്തൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മലര് വീണ്ടും ഒക്കെ റിപ്പീറ്റ് ചെയ്യാണ്. സിദ്ധുവിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, സിദ്ധു അച്ഛാ പ്ലീസ് അച്ഛാ, മുത്തശ്ശി മുത്തശ്ശി പ്ലീസ് മുത്തശ്ശി. 3 പേരോട് ഇങ്ങനെ യാചിക്കുന്നത് പോലെയാണ് മലര് സംസാരിക്കുന്നത്. മലർക്കുട്ടി വിഷമിക്കല്ലേടാ. ലക്ഷ്മി അവളെ ചേർത്ത് പിടിക്കുകയാണ്. അതേസമയം ചെറിയ വീട്ടിലാണെങ്കിൽ മുത്തശ്ശിയും മനോഹരനും കൂടി പച്ചക്കറിയൊക്കെ അരിഞ്ഞിടുന്ന തിരക്കിലാണ്. അവരിങ്ങനെ ജോളിയായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേഘയാണെങ്കിൽ ഒരു ബെഡിൽ ഇരുന്നിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ദേഷ്യത്തോടെ മഹേന്ദ്രൻ വന്ന് കയറിയത്. ഏയ് മേഘ, അയാൾ ദേഷ്യത്തോടെ വിളിക്കുകയാണ്. അത് കേട്ട് മേഘ പുച്ഛത്തോടെ ഫോണ് ഒന്നുകൂടെ മുഖം തിരിച്ചിട്ടാണ് ഫോൺ നോക്കുന്നത്. അപ്പോൾ മഹേന്ദ്രനെ കണ്ടതും മുത്തശ്ശി വേഗം ചാടി എഴുന്നേൽക്കുകയാണ്. മഹേന്ദ്ര, നീ ഇങ്ങോട്ടേക്ക് വന്നോ എന്നൊക്കെ അവർ സന്തോഷത്തോടെ ചോദിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് മഹേന്ദ്രൻ ദേഷ്യത്തോടെ മേഘയോട് പറയുന്നുണ്ട്, ഏയ് നിന്നെയാണ് വിളിക്കുന്നത്, എന്താ നിന്റെ ചെവി കേൾക്കുന്നില്ലേ? മേഘ കാലിന് മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് അഹങ്കാരത്തോടെയാണ് ഇരിക്കുന്നത്. അത് കണ്ടിട്ട് മനോഹരനും മുത്തശ്ശിക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ മഹേന്ദ്രൻ്റെ കാലിൽ വീണിട്ട് ആ വീട്ടിലേക്ക് തന്നെ എത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ മേഘയാണെങ്കിൽ ഒരു പൊടിക്ക് പോലും അവളുടെ അഹങ്കാരം കുറക്കുന്നില്ല. മേഘ പറയുന്നുണ്ട്, നിങ്ങൾ വിളിച്ചതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്താ കാര്യം അത് പറ. മേഘയുടെ അഹങ്കാരം നിറഞ്ഞ സംസാരം കേട്ടിട്ട് മനോഹരനാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏയ് വീട് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് 4 ദിവസമായി, എന്നിട്ട് പിന്നെന്താ നിങ്ങൾ ഇവിടുന്ന് പോവാത്തത്? അപ്പോൾ എല്ലാവരും ടെൻഷനോടെ നിൽക്കുകയാണ്. പക്ഷെ മേഘ അപ്പോഴും കൂളായിട്ടാണ് നിൽക്കുന്നത്. അവൾ അഹങ്കാരത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. വാടകയ്ക്ക് വീട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വീട് കിട്ടിയാലല്ലേ പോവാൻ പറ്റൂ. മേഘയുടെ അഹങ്കാരം കേട്ടപ്പോൾ മുത്തശ്ശിക്കാണ് ദേഷ്യം വരുന്നത്. ഏയ് മേഘ, നിന്നെ തോളിലും തലയിലും ഇട്ട് താലോലിച്ച് വളർത്തിയ ആളാണ് ഈ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് അവൻ വന്ന സമയത്ത് നീ കാലിന് മുകളിൽ കാല് കയറ്റി വെച്ച് അഹങ്കാരത്തോടെ ഇരിക്കുകയാണോ? അവർ പല്ലിറുമി ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. അതും പോരാതെ അഹങ്കാരത്തോടെയാണോ മറുപടി കൊടുക്കുന്നത്? എഴുന്നേൽക്കടി. പക്ഷെ മേഘ ഒരു തരത്തിലും അഹങ്കാരം കുറക്കുന്നില്ല. അവൾ അതേ ടോണിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാനെന്തിനാ കണ്ട ആളുകളെ കാണുമ്പോഴൊക്കെ ഭയന്ന് നിൽക്കുന്നത്? അത് കേട്ടിട്ട് മുത്തശ്ശി മനോഹരൻ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ് മേഘയുടെ സംസാരം കേട്ടിട്ട്. മഹേന്ദ്രന് പോലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അയാൾ മേഘയിൽ നിന്നും അതിൽ കൂടുതലൊന്നും കുറവൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മനോഹരൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മേഘയുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിന് മഹേന്ദ്രൻ ഇപ്പം തന്നെ നമ്മളെ എല്ലാവരെയും കഴുത്തിന് പിടിച്ചിട്ട് ഈ വീട്ടിൽ നിന്നും പുറത്താക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കാരും മര്യാദയും നന്മയും ഒന്നും ചെയ്യണ്ട, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. മേഘയും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ഇതെന്താ വലിയ മാളികയാണോ? ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട്? വീട് കിട്ടിക്കഴിഞ്ഞാൽ പോയിക്കോളാം, മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് ആദ്യം ഇറങ്ങി പോകാൻ നോക്ക്. മേഘ അപ്പോഴും അഹങ്കാരത്തോടെയാണ് പറയുന്നത്. മഹേന്ദ്രനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആരുടെ വീട്ടിൽ നിന്നിട്ട് ആരോടാണ് നീ പോകാൻ പറയുന്നത്? നീ ഉപ്പിട്ടിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ആദ്യം എല്ലാം എടുത്തിട്ട് ഇറങ്ങി പോകാൻ നോക്ക്. പ്രിയ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ആ ഒരു ബഹളവും ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മേഘയാണെങ്കിൽ ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്ന പോലും ഇല്ല. അവൾ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, ഒരാൾ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അതിന് ചില പ്രൊസീജിയറുകളുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് പെട്ടെന്ന് വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നാണോ കരുതിയത്? ഒരാളോട് വീട് ഒഴിവാക്കി തരാൻ പറയണമെങ്കിൽ അവർക്ക് 3 മാസത്തെ അവധി കൊടുക്കണം. മനോഹരൻ ചിന്തിക്ക് ഇവളിത് എന്ത് ഭാവിച്ചിട്ടാണെന്ന്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ അത് നിയമപ്രകാരം തെറ്റാണ്. മേഘയുടെ അഹങ്കാരം അതിരി കിടക്കുന്നു എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. മഹേന്ദ്രനാണെങ്കിൽ മറുത്തൊന്നും പറയാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മേഘ, നിനക്ക് കുറച്ചെങ്കിലും അറിവുണ്ടോ? മഹേന്ദ്രൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. അതൊക്കെ അറിയാമെങ്കിലും മേഘ അവളുടെ ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് സ്വല്പം പോലും താഴാൻ തയ്യാറല്ലായിരുന്നു. അവൾ അതേ ഭാവത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇതൊക്കെ അറിയാമായിട്ടും നീ മഹേന്ദ്രനോട് റൂൾസ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണോ? ഏയ്, നീ ചെയ്ത തെറ്റിനൊക്കെ മര്യാദയ്ക്ക് അവൻ്റെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിക്ക്. അപ്പോൾ മേഘ തിരിച്ചു ചോദിക്കുകയാണ്, ഞാനെന്തിന് ഇദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം? മഹേന്ദ്രൻ ഇങ്ങനെ അതിശയത്തോടെയൊക്കെയാണ് നിൽക്കുന്നത് മേഘയുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ മേഘ കൂളായിട്ട് പറയുകയാണ്, നിയമപ്രകാരം പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇവർക്ക് നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല. നിങ്ങളിങ്ങനെ പേടിക്കല്ലേ മുത്തശ്ശി? മുത്തശ്ശിയാണെങ്കിൽ വല്ലാത്ത പേടിയോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് മേഘയോട്, ആരുടെ വീട്ടിൽ വന്നിട്ടാണ് നീ നിയമം സംസാരിക്കുന്നത്?
നിന്നെ ഇത്രയും നാൾ ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഇത്രയും സംഭവിച്ചതിന് ശേഷവും നിന്നെ ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഭ്രാന്തന്മാർ മറ്റാരും ഉണ്ടാവില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് വീട് വിട്ടിട്ട് ഇറങ്ങി പോവാൻ നോക്ക്. എന്നിട്ട് മനോഹരനോട് പറയുന്നത്, മനോഹര, മര്യാദയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിക്കോ. മഹേന്ദ്രൻ്റെ ദേഷ്യം കണ്ടിട്ട് മുത്തശ്ശിയാണ് സംസാരിക്കുന്നത്. മഹേന്ദ്ര, ഞാൻ വയസ്സിന് മൂത്ത ആളാണ്. എന്തു തന്നെയാണെങ്കിലും മേഘ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. മേഘ പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അഹങ്കാരത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ യാചിക്കുന്ന ശബ്ദത്തിലാണ് പറയുന്നത്, അവളൊരു ചെറിയ കുട്ടിയാണ്, എന്തോ അറിവില്ലായ്മ കാരണമാണ് അവൾ തെറ്റ് ചെയ്യുന്നത്. അവളുടെ തെറ്റിന് ശിക്ഷ കൊടുക്കാതെ അവൾക്ക് നീ മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ് തൊഴുകൈയോടെ നിൽക്കുകയാണ്. നീ പോറ്റി വളർത്തിയ കുട്ടിയല്ലേ മേഘ, അവളെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? അതാലോചിച്ചിട്ട് മഹേന്ദ്രൻ പുച്ഛത്തോടെ നിൽക്കുകയാണ്. ഛേ. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ അവളെ വല്ലാതെ ലാളിച്ചും കൊഞ്ചിച്ചിട്ടുമാണ് വളർത്തിയത്. അതുകൊണ്ട് അവൾക്ക് നല്ലതും മോശവും ഒന്നും അറിയില്ല. മുത്തശ്ശി യാചനയോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ മേഘക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി വീണ്ടും മഹേന്ദ്രനോട് പറയാണ്, നീ വലിയ മനസ്സ് കാണിച്ച് അവളുടെ തെറ്റ് ക്ഷമിച്ച് അവൾക്ക് മാപ്പ് കൊടുക്കണം. അപ്പോൾ മേഘ വിളിക്കുന്നുണ്ട്, മുത്തശ്ശി, നിങ്ങൾ എന്തിനിങ്ങനെ കണ്ടവരോടൊക്കെ മാപ്പ് ചോദിക്കുന്നത്? നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കും മുത്തശ്ശി. മേഘയുടെ അഹങ്കാരം കേട്ടപ്പോൾ മനോഹരന് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ മഹേന്ദ്രനോട് പറയാണ്, എനിക്കിപ്പോൾ വീട് ഒഴിവാക്കി തരാൻ സാധിക്കില്ല. അപ്പോൾ മഹേന്ദ്രൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, നോക്ക്, ഇത്ര മര്യാദ നിനക്ക് എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കേണ്ടു. ഇപ്പം തന്നെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അത് കേട്ടിട്ട് മേഘ ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കുകയാണ് മഹേന്ദ്രനെ. അതുപോലെ തന്നെ മുത്തശ്ശിയും മനോഹരനും പ്രിയയും ഒക്കെ ഒന്ന് ഭയന്നിട്ടുണ്ടായിരുന്നു. പോലീസോ? മനോഹരൻ ഞെട്ടിയിട്ട് ചിന്തിക്കുകയാണ്. മേഘ ശരിക്കും ആ ഒരു കാര്യത്തിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പതറിയിട്ടുണ്ടായിരുന്നു. അവൾ ചെറിയൊരു ഭയത്തോടു കൂടി മഹേന്ദ്രനെ നോക്കി നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.